ചിക്കനും ബീഫും മുട്ടയും മാത്രല്ലട്ടാ, നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറിയാ. കണ്ട മോനെ, വാ എന്താ സാധനം. ഇതെങ്ങനെ ആദ്യം തന്നെ ഫ്ലെയിം കൊണ്ട് ഓണാക്കുക. എന്നിട്ട് നേരെ നമ്മുടെ ചെമ്പണ്ട് മേലേക്ക് വെക്കുക. അതിലേക്ക് ലേശം അൽമറായുടെ പാലുണ്ട് ഒഴിക്കുക. നേരെ നമ്മുടെ ഓട്സിൻ്റെ വരവല്ലേ, ഓട്സ് കൊണ്ട് ഇട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. ഒന്ന് കുറുകി വരുമ്പോഴത്തേനും വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഓട്സ് വീണ്ടും. എന്തിനാ രണ്ടാമത് വീണ്ടും ഇടണേന്നൊന്നും ചോദിക്കരുത്, അത് എൻ്റെ മാത്രം ഒരു ഇഷ്ടാട്ടാ. നിങ്ങൾ എന്താ ചെയ്തു. അതിനുശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലൊരു ബിസ്ക്കറ്റ്, ടൈഗർ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഒന്നും കൂടി നല്ല. വീണ്ടും ഇളക്കലോടെ ഇളക്കിയ ഒരു കൺസിസ്റ്റൻസി. ഓ എന്താ തിക്നെസ്. കുറച്ച് നട്ട്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ഇളക്കലോടെ ഇളക്കൽ. അപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയ സാധനം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് അടി പിടിച്ചു എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? ഇപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം സംഭവം കയ്യിൽ നിന്ന് പാളി. എന്നാലും കുഴപ്പമില്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമല്ലേ, നമുക്ക് ഇതാണ്ട് ആസ്വദിച്ച് കഴിക്കാന്നേ. ലേശം ടോപ്പപ്പിനായിട്ട് പപ്പായ സ്ലൈസ് ചെയ്തതും കുറച്ച് റെയിൻബോൻ്റെ പാലും മേലെ ടോപ്പപ്പ് ചെയ്തു. ഇതാണ് നമ്മുടെ സക്സസ്ഫുള്ളി ഫ്ലോപ്പായ നമ്മുടെ സ്വന്തം